ഖത്തറിലെ US വ്യോമതാവളമായ അൽ ഉദൈദിൽ കഴിഞ്ഞ മാസം ഇറാൻ നടത്തിയ ആക്രമണം വെറും ഒരു പ്രതീകാത്മക നടപടിയാണെന്നായിരുന്നു പൊതുവെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത്. തൊട്ടു തലേ ദിവസം ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. ആക്രമണത്തിൽ ഒന്നിനു പോലും ലക്ഷ്യം കാണാനായിട്ടില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ സംഭവത്തിന് പിന്നാലെ അമേരിക്ക തന്നെ ഇടപെട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ട്രംപിന്റെയും US വൃത്തങ്ങളുടെയും അവകാശവാദങ്ങൾ കള്ളമായിരുന്നുവെന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അൽ ഉദൈദ് ബേസിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇറാൻ ആക്രമണത്തിൽ ചാരമായതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ആക്രമണത്തിൽ താവളത്തിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പെന്റഗൺ വക്താവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിശദമായി പരിശോധിക്കാം. ജൂൺ 22-ന് ഫോർദോ, നെതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US ബോംബർ വിമാനങ്ങൾ നടത്തിയ വൻ ആക്രമണമായിരുന്നു USനെതിരെ തിരിയാൻ ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചായിരുന്നു USന്റെ ഓപ്പറേഷൻ. പശ്ചിമേഷ്യയിലെ US താവളങ്ങളൊന്നും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്നായിരുന്നു പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. UAE, ബഹ്റൈൻ, കുവൈത്ത് ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും താവളങ്ങളുണ്ട്. എന്നാൽ ഇറാഖിലോ സിറിയയിലോ ഒക്കെയുള്ള US ബേസുകളായിരിക്കും ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് എല്ലാവരും കണക്കുകൂട്ടിയിരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇറാനുമായി ഉറ്റ സൗഹൃദമുള്ള ഖത്തറിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്ന് അവരെ പിണക്കുന്ന തരത്തിലൊരു നടപടിക്ക് ഇറാൻ മുതിരില്ല എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ജൂൺ 23-ന് രാത്രി എല്ലാവരെയും ഞെട്ടിച്ച് ഇറാൻ മിസൈലുകൾ ഖത്തർ ലക്ഷ്യമാക്കി പറക്കുന്നതാണ് കണ്ടത്. US താവളം അൽ ഉദൈദ് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. എയർബേസ് ലക്ഷ്യമിട്ട് 14 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. പേട്രിയറ്റ് എയർ ഡിഫൻസ് സംവിധാനം ഉപയോഗിച്ച് ഇതിൽ 13 തകർത്തെന്നായിരുന്നു US പ്രതികരിച്ചത്. ഒരു മിസൈൽ ഒഴിഞ്ഞ സ്ഥലത്ത് വീണെന്നും ഇതിലൊരു നാശനഷ്ടവും ആളപായവും ഉണ്ടായിട്ടില്ല എന്നും വാദമുണ്ടായി. എന്നാൽ സ്വകാര്യ US സാറ്റലൈറ്റ് ഇമേജിംഗ് കമ്പനിയായ പ്ലാനറ്റ് ലാബ്സ് PBC പുറത്തുവിട്ട ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് താവളത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നത്. പ്ലാനറ്റ് ലാബ്സിന്റെ ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി ബിസിനസ് ഇൻസൈഡറാണ് നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കേന്ദ്രത്തിലെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രമാണ് തകർന്നതെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ഗോളാകൃതിയിലുള്ള ഒരു ഡോം മോഡൽ കെട്ടിടം സമ്പൂർണ്ണമായി തകർന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ മൊത്തം US മിലിറ്ററി ഓപ്പറേഷനുകളുടെ ആശയവിനിമയ കേന്ദ്രമാണിതെന്നാണ് വിവരം. 2016-ൽ US ഖത്തർ ഫോഴ്സ് $15 മില്യൺ ചെലവിൽ നിർമ്മിച്ച മോഡേണൈസ്ഡ് എന്റർപ്രൈസ് ടെർമിനൽ അഥവാ MET ആണ് ഈ ഡോം. പശ്ചിമേഷ്യയിൽ വിവിധ രാജ്യങ്ങളിലും മേഖലകളിലുമുള്ള സൈനികരെ USലും മറ്റുമുള്ള സൈനിക മേധാവിമാരുമായി ബന്ധിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ കേന്ദ്രം കൂടിയാണിത്. വീഡിയോ, ഓഡിയോ, ഡാറ്റ സർവീസുകളെല്ലാം ഡോമിൽ നൽകുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ 23-ന് രാവിലെ ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അൽ ഉദൈദ് താവളത്തിന്റെ ദൃശ്യങ്ങളിൽ ഈ വെളുത്ത നിറത്തിലുള്ള ഡോം വ്യക്തമായി കാണാം. എന്നാൽ ജൂൺ 25 മുതലുള്ള ചിത്രങ്ങളിൽ അവിടെ ചാരമാണ് കാണുന്നത്. ഈ സൂചനകളിൽ നിന്നാണ് താവളത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന വിലയിരുത്തലുകളുമായി ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ മാധ്യമ റിപ്പോർട്ടിനോട് പ്രതികരിച്ച് പെന്റഗൺ വക്താവ് ഷോൺ പാർണലും സംഭവം സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നാലെ ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ അൽ ഉദൈദ് താവളത്തിൽ പതിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം സമ്മതിച്ചത്. എന്നാൽ ആക്രമണം കെട്ടിടങ്ങൾക്കും പ്രതിരോധ സാമഗ്രികൾക്കും നിസാരമായ കേടുപാടുകൾ മാത്രമാണ് വരുത്തിയതെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. അമേരിക്കയ്ക്കും ഖത്തറിനും മുൻകൂട്ടി വിവരം നൽകിയായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആക്രമണത്തിന് തൊട്ടു മുൻപ് ഖത്തർ വ്യോമാതിർത്തി അടച്ചതും ഈ വാദത്തിന് ബലം നൽകി. അൽ ഉദൈദിലെ സൈനികർക്ക് പുറമെ യുദ്ധവിമാനങ്ങളും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇത് ആക്രമണത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ചുവെന്നായിരുന്നു വിലയിരുത്തൽ.